ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ബാക്ക്. രാവിലെ എഴുന്നേറ്റ് ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ് വെള്ളം തിളപ്പിക്കും. ഏതെങ്കിലും ഒരു ഹെർബിട്ട്. ഇന്ന് ഞാൻ ജീരകം ഇടുകയാണ്. ക്യുമിൻ സീഡ് ഐ എം യൂസിങ് ഫോർ ബോയിലിംഗ് വാട്ടർ ടു ഡ്രിങ്ക് എവറി ഡേ മോർണിംഗ് എംപ്റ്റി സ്റ്റൊമക്ക്. പിന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രെച്ചിങ് ആണ്. ഒരു 8 to 10 ടൈപ്സ് ഓഫ് സ്ട്രെച്ചിങ് നമ്മൾ ഡെയിലി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. കാരണം എനിക്ക് ഫ്രോസൺ ഷോൾഡർ പിന്നെ റൊട്ടേറ്റിംഗ് കപ്പ് സിൻഡ്രോം, ഈ രണ്ട് പ്രോബ്ലം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ 50s ആക്ച്വലി ഇറ്റ്സ് വെരി ബെനിഫിഷ്യൽ. സോ early morning when we wake we can do this stretch. Only 10 minutes, 10 to 15 minutes. സോ നമുക്ക് ഷോൾഡർ പെയിൻ, കൈയുടെ ഇങ്ങനെ പുറകോട്ടെടുക്കാനുള്ള ബുദ്ധിമുട്ട്, മേളിലോട്ട് പൊക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം മാറി കിട്ടുന്ന നല്ലൊരു സ്ട്രെച്ചിങ് എക്സസൈസാണ്. ഡെയിലി ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും. ചില ദിവസമൊക്കെ നമ്മൾ മിസ് ചെയ്യും, ബിക്കോസ് വി വിൽ ഹാവ് സം അതർ ബിസി തിങ്സ് ടു ഡു. സോ ബെറ്റർ ടു ഡു എവറി ഡേ. ഇറ്റ്സ് സോ ബെനിഫിഷ്യൽ. So each movement 10 times. നമ്മുടെ പെട്രോൾ അടിക്കണം രാവിലെ. ചായ ഓർ കോഫി അതൊന്നും ഉണ്ടാക്കാം. വെള്ളം വെച്ചു. ഇപ്പം വെള്ളം തിളച്ചു. ചായ പൊടി ഇട്ടു. തിളക്കട്ടെ. ചായ നല്ലപോലെ തിളച്ചതിന് ശേഷം പാല് ഒഴിക്കുക. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കഴിയും. എന്നിട്ട് നമ്മൾ ചില വരുന്ന ഉടനെ ചായ ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയാണ് നമ്മൾ രാവിലെ അല്ലേ. ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ കേട്ടോ. എല്ലാവരും ഒരേപോലെ അല്ലല്ലോ, പല രീതിയിൽ. പാലൊഴിച്ചിട്ട് ചായപ്പൊടി ഇടുന്നവരുണ്ടല്ലോ, അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. ഞാൻ പാല് നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കുവാണെങ്കിൽ ഞാനത് ചെയ്യും. ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നതാണെങ്കിൽ ഇത് ചെയ്താൽ ഈസി. തിളക്കട്ടെ. അപ്പം നമ്മുടെ ചായ തിളച്ചു. ഇപ്പം 2 ഏലക്കായും കൂടെ ഈ സമയത്ത്. ഏലക്ക കഴുകണം കേട്ടോ, എപ്പോഴും കഴുകി ഉപയോഗിക്കുക. ഭയങ്കര വിഷമാണെന്ന് പറയുന്നത്. So we are preparing tea in the morning with the cardamom.
cardamom. So അത്രയും തിളച്ചാണ്. ഗൈസ്, നമുക്ക് കപ്പ വേവിച്ചാലോ? കപ്പയൊക്കെ ഞുറുക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് വേവിച്ച് മീനും കൂട്ടി ഒരു പിടിപ്പിരങ്ങ് പിടിപ്പിക്കാം. കപ്പ വേവിക്കാൻ വെച്ചു, മുളകൊക്കെ എടുത്ത് വെച്ചു. തേങ്ങ, മഞ്ഞൾ, ജീരകം, കാന്താരി മുളക്, ഇച്ചിരി വെളുത്തുള്ളി, ഇച്ചിരി മതി കേട്ടോ. ഇത് അരച്ചെടുക്കാം കപ്പയ്ക്ക്. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ ചേർത്ത് കോക്കനട്ട്, ഗ്രേറ്റഡ് കോക്കനട്ട് വിത്ത് ദാറ്റ് ഇൻഗ്രീഡിയൻസ് നമ്മൾ അരച്ചിട്ട് ചേർത്തു. കസാവ ഈ ഒരു സാധനം വെച്ചാണ് ഇളക്കുന്നത്. സി, ദിസ് ഇസ് ദ ടൂൾ ടു സ്മാഷ്. ഗൈസ്, കടുക് പൊട്ടിക്കാം. പിന്നെ നമുക്ക് അല്ല ജസ്റ്റ് ഫ്രഷ് കോക്കനട്ട് ഓയിൽ ലൈക്ക് ദിസ് ലിറ്റിൽ ബിറ്റ്, എന്നിട്ടങ്ങ് ഇളക്കി എടുക്കാം. ഗൈസ്, അങ്ങനെ കുറച്ചത് റെഡി ആയിട്ടുണ്ട്. എടുത്ത് ഇന്നലെ വേവിച്ച് വെച്ച് മീൻകറിയാണ്. എന്നിട്ട് മേലിലോട്ട് നമുക്ക് ഒഴിക്കണം. കുറച്ച് ചാറും കഴിക്കണം. എന്താ കപ്പ കണ്ടപ്പോഴത്തെ സന്തോഷം കണ്ട മുഖത്തെ. എടുത്തിട്ട് മീനിച്ചിരി എടുത്ത് സൂപ്പർ. ഇതാണ് നമ്മുടെ വെണ്ടയ്ക്ക, ലേഡീസ് ഫിംഗർ. ഇത് നമ്മുടെ നെയ്ബർ തന്നു, പ്യൂർ ഓർഗാനിക്. ഇതുണ്ട്. പിന്നെ നമുക്ക് മീൻ വറുക്കുക. ഇത് ഞങ്ങളൊരു എടത്തുവാലൊരു വീട്ടിൽ പോയപ്പം ഫ്രഷ് ഫ്രം റിവർ. ആക്ച്വലി ദിസ് ഇസ് റിയലി ഫ്രഷ് സ്മോൾ ഫിഷ്. ലുക്ക് അറ്റ് ദിസ്. സൂപ്പറാട്ടോ വറക്കാൻ. ഗൈസ്, നമ്മുടെ ഇവിടുത്തെ ഈ ടൈൽസിൽ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ വീഴാതിരിക്കാനൊരു സൂത്രം എന്താണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി, സ്പിൽ ചെയ്തില്ല. ഇറ്റ് വിൽ നോട്ട് സ്പിൽ ഓൺ ദ ബോൾ. നൈസ്, ഇറ്റ്സ് വെരി യൂസ്ഫുൾ. അങ്ങനെ നമ്മൾ മീൻ മറിച്ചിട്ടു. ഇച്ചിരി നോക്കണം.
തോരനൂടെ വെക്കാമെന്ന് വിചാരിച്ചത്. ബീറ്റ്റൂട്ട് പെട്ടെന്ന് വരും, 5 മിനിറ്റ് 5-6 മിനിറ്റ് കൊണ്ടൊന്നും കുഞ്ഞായിട്ടേ. ഇത് യെല്ലോ പപ്പായ നമ്മൾ അന്ന് പറിച്ചില്ലേ, നമുക്കിത് കറി വെക്കാം, ചാറുകറി വെക്കാം. തേങ്ങ അരച്ചില്ലേ, തേങ്ങ അരച്ച്. So guys, we will prepare this one curry. So we'll cut like this. Maybe we will wash. ഇതിൻ്റെ കറ പോകാൻ ഒരു ട്രിക്ക് എനിക്കിപ്പോൾ ഒരാൾ പറഞ്ഞു തന്നത്, നമ്മൾ ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കറ കുറേ അങ്ങ് പൊക്കോളും. കണ്ടോ, ലൂസ്. So we need to do that so that ഇതിൻ്റെ അകത്ത് ഒരു കറയുണ്ട്. Look at this white one, it will flow out. കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് അതൊക്കെ വെള്ളം ഒഴിച്ച് പച്ചമുളക്, ഉപ്പ് അത് മാത്രം മതി. എന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് നല്ലപോലെ ഉടച്ചെടുക്കാം. അല്പം ഒന്ന് ഉടയ്ക്കണം. പിന്നെ തേങ്ങ നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ അരച്ച് ചേർക്കുക. പുളി വേണ്ടവർക്ക് വേണമെങ്കിൽ ഇച്ചിരി തൈര് വേണമെങ്കിൽ ഒഴിക്കാം ഇതിൻ്റെ അകത്തോട്ട്. പിന്നെ കടുക് പൊട്ടിക്കുക. കഴിഞ്ഞു, നമ്മുടെ ചാറുകറി ഉച്ചക്കലത്തെ കഴിഞ്ഞു. അങ്ങനെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ ആമസോൺ ഡെലിവറി. അത് ഞാൻ ഓർഡർ ചെയ്ത സോളാർ പവേർഡ് LED ഔട്ട്ഡോർ ലൈറ്റ് അത് വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ ഒരു റിവ്യൂ നോക്കാവേ. ആദ്യമായിട്ടാണ് നമ്മളിത് ഓർഡർ ചെയ്യുന്നത്. നമ്മുടെ ഭിത്തികളിലൊക്കെ, അതായത് നമ്മുടെ സൈഡ് ബോളില്ലേ, ചെറിയ ബോളിലൊക്കെ അത് ഫിക്സ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. റിവ്യൂസൊക്കെ നല്ലതാണ്. ഇതിൻ്റെ വില ഞാൻ നോക്കിയിട്ട് പറയാമേ. കാരണം സോളാർ കേട്ടോ, ഇങ്ങനെ ഇത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇതിങ്ങോട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിന് തന്നെ ഒരു ഇതുണ്ട്, സ്റ്റിക്കറുണ്ട്. ആ സ്റ്റിക്കർ വെക്കാം. ഇല്ലെങ്കിൽ നമുക്കൊരു സൂപ്പർ ഫിക്സോ വല്ലതും വെച്ച് ഫിക്സ് ചെയ്താൽ അവിടെ ഇടുന്നുള്ളൂ. നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഈ സോളാറിൻ്റെ ഈ പാനൽ ഒന്ന് നന്നായിട്ട് ഇന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. എത്ര നാൾ ഡ്യൂറബിൾ നമുക്കറിയില്ല കേട്ടോ, നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ. ഗൈസ്, ഇതാണ് നമ്മുടെ LED സോളാർ. ഇത് കണ്ടോ, എൻ്റെ നൈറ്റ് വ്യൂ ആണ്. ഇതാണ് ഒരു പാക്കറ്റിൽ 16 പീസസ് ഉണ്ട്. എത്ര രൂപ മോനെ? 1000 ആൻഡ് ഓൾസോ ഇത് നല്ലപോലെ ഒരു 6-7 hours ഇങ്ങനെ നിൽക്കും കേട്ടോ. നല്ല ഭംഗിയുണ്ട്. പക്ഷെ എത്ര നാൾ നമ്മൾ അത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞങ്ങളിത് വെച്ചതേ ഉള്ളൂ. കണ്ടോ, ഇതാ നൈറ്റ് വ്യൂ. ഇതിപ്പം നമ്മൾ വെക്കേഷൻ കഴിഞ്ഞ് ഇവിടുന്ന് പോയാലും സംഭവം ഇവിടെ തന്നെ ഇരിക്കും. ഇത് വാട്ടർ പ്രൂഫാണ്. അവർ സ്പെഷ്യലി അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, വാട്ടർ പ്രൂഫാണ്. അപ്പം മഴ പെയ്താലും പ്രശ്നമില്ല. ഗൈസ്, ഞാനൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് ഡേയ്സ് ഇൻ മൈ ലൈഫായിപ്പോയി കേട്ടോ. സോറി, ഇത് എൻഡ് ഓഫ് ദ വെക്കേഷനായി. അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു വീഡിയോ ഇടാവേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാത്രിയിൽ പോകുവാണ്. റിട്ടേണിങ് ടുഡേ ടു ദോഹ ആഫ്റ്റർ ദ വെക്കേഷൻ 1 month. സോ ഇത് അലവേറ നമുക്ക് കട്ട് ചെയ്യാം. പക്ഷേ ഇതിക്കൊന്ന് ലൈഫിൽ വന്ന് ഏത് അത് കുഴപ്പമില്ല. ഇത് നല്ല ഷാർപ്പാണ്. ഇത് ഈ അലോവേറ നടുകെടുത്താനാണ് കേട്ടോ. കുറച്ച് ആൾക്കാർക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് 2-3 ഇല കൊണ്ടുപോകാമെന്ന്. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കാം, പാക്ക് ചെയ്യണം. അത് 2-3 ദിവസമൊക്കെ വെളിയിലിരുന്നാലും അഴുക്കൊന്നും ആകത്തില്ല. പിന്നെ ഇതിന് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനൊരു ഫ്ലൂയിഡുണ്ട്. ആ ഫ്ലൂയിഡ് നമ്മൾ ശരിക്കും അത് ഡ്രെയിൻ ഔട്ട് ചെയ്യണം, യെല്ലോ കളറിൽ. അല്ലെങ്കിൽ നമുക്കിത് ദേഹത്ത് തൊട്ടാൽ ചൊറിയും. അതുകൊണ്ട് അത് സൂക്ഷിച്ച് വേണം. അറിയാവുന്നവർ കാണും, അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. കണ്ടോ, അത് അങ്ങനെ ഒരു ഫ്ലൂയിഡ് പോലെ വരും, യെല്ലോ കളർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി വേറൊരു വീഡിയോയുമായി നിങ്ങളിലേക്ക് എത്താം. ഓക്കെ, ബൈ.